അസ്സലാമു അലൈക്കും. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നഖത്തും വെണ്ണ മൈലാഞ്ചി ഉണ്ടാക്കിയെടുത്താലോ, അതും പാത്രം കേടാവാതെ തന്നെ. അപ്പോൾ ഈ പാത്രത്തിൻ്റെ കോലം നോക്കണ്ട, ഇത് ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ശരിക്കും നമ്മൾ പാട്ട മൈലാഞ്ചി ഉണ്ടാക്കുന്ന പാത്രം ഈ ഒരു കോലത്തിലും കൂടെ അല്ല ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിലാകെ ഉരുകി പിടിച്ചിട്ട് ആകെ അലമ്പായിട്ടായിരിക്കുള്ളൂ ഉണ്ടാവുന്നത്. അപ്പോൾ പാത്രം കേടാവാതെ തന്നെ നമുക്ക് എങ്ങനെ പാട്ടമൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കുക എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പാത്രമാണോ എടുക്കേണ്ടത് ആ ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ കട്ട് ചെയ്തത് പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിൻ്റെ സൈഡും കൂടെ കവർ ചെയ്യണം കേട്ടോ. ഇങ്ങനെ വന്നാലും 1 ഇഞ്ച് ഹൈറ്റിലെങ്കിലും സൈഡ് കവർ ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് പഞ്ചസാരയൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അത് ഉരുക്കി കഴിയുമ്പോൾ അത് ഒന്ന് പൊന്തും. അപ്പോൾ അതെന്താ പാത്രത്തുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1 ഇഞ്ച് ഹൈറ്റിലെങ്കിലും സൈഡ് കവർ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെ അല്ലാണ്ട് ഡയറക്റ്റ് പാത്രത്തിൽ ചെയ്യുമ്പോൾ ആ പാത്രം ഒരു വട്ടമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നീടും നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ആ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല പാടാണ്. കാരണം ഇതെല്ലാം ഉരുകി അതിനകത്ത് തന്നെ പറ്റി പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ കത്തിയും കൊമ്പൊക്കെ ഇട്ട് കുത്തി ഇളക്കി അത് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രമൊന്നും കേടാവാതെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെയും നമുക്ക് വേണമെങ്കിൽ ഈ പാത്രം യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു അലുമിനിയം ഫോയിൽ അങ്ങനെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ സൈഡിലായിട്ടും ഈ രീതിയിൽ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ആവി മുകളിലേക്ക് ചെന്നിട്ട് ഇതിൻ്റെ ആ ഒരു കളറില്ലേ അത് ആ ഒരു സൈഡിൽ പറ്റിപ്പിടിക്കും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഒരു കുറച്ചൊക്കെ വട്ടം നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ പാത്രം ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഈ പാത്രം കണ്ടില്ലേ, ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ചെറിയ എന്താ പറയുക കറകളും കാര്യങ്ങളും കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതാ കണ്ടില്ലേ, ചുറ്റും ഈ രീതിയിൽ അലുമിനിയം ഫോയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ പാത്രത്തുമ്പോൾ ഒന്നും സംഭവിക്കില്ല കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രത്തിന് ഒന്നും പറ്റില്ല. അപ്പോൾ പാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ട മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ജീരകമാണ് കേട്ടോ, അതായത് വലിയ ജീരകമില്ലേ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മറ്റേ ജീരകം ഇടുന്നവരുണ്ട്, പക്ഷെ അതിനേക്കാളും ഒന്നും കൂടെ കളർ കൂടുതൽ ഈ ജീരകം ഇടുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ജീരകം ഇവിടെ 2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വേണ്ട മെയിൻ സംഭവമാണ് പഞ്ചസാര. അപ്പം ഞാൻ 4 സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ ഈ ഒരു 3 കൂട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു കൂട്ടിൽ കിട്ടുന്ന കളറ് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാൻ പറ്റും കേട്ടോ. പിന്നെ എടുക്കുന്നത് ചായപ്പൊടിയാണ് കേട്ടോ. ചായപ്പൊടിയും 4 സ്പൂൺ തന്നെ. പഞ്ചസാരയും ചായപ്പൊടിയും ഒരേ അളവാണ് കേട്ടോ. അതിൻ്റെ നേർപകുതിയാണ് നമുക്ക് ജീരകം വേണ്ടത്. അപ്പം ഞാനിവിടെ 4 സ്പൂണ് പഞ്ചസാരയും 4 സ്പൂണ് ചായപ്പൊടി കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് ജീരകം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പഞ്ചസാരയും ചായപ്പൊടിയും എത്ര അളവ് വേണമെങ്കിലും എടുക്കുക. ആ അളവിൻ്റെ നേർപകുതി വേണം ജീരകം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു കൂട്ടിൽ ഞാൻ ഇട്ടിട്ടുള്ള മൈലാഞ്ചിയാണ് കേട്ടോ. ഒരു വട്ടം ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല ഡാർക്ക് കളർ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ അലുമിനിയം ഫോയിലിൻ്റെ സൈഡിൽ കൂടെ പാത്രത്തിലേക്ക് വീഴരുത്. പാത്രത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുകി അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ അലുമിനിയം ഫോയിലിൻ്റെ ഉള്ളിലായിട്ട് തന്നെ വീഴാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് ചുറ്റിൽക്കും ഒന്ന് മാറ്റി കൊടുക്കുക. നടുവിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗ്യാപ്പ് വേണം. അതായത് ഇതിനകത്തേക്ക് ഒരു കുഞ്ഞി പാത്രം വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന കൂട്ട് ചുറ്റിൽക്കും മാറ്റി വെച്ച് കൊടുക്കുക. നടുവിൽ ഈ രീതിയിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു കുഞ്ഞി പാത്രം വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്ന പാത്രം എന്തായാലും കേടാവും. ഒരു 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ആ പാത്രം വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതല്ല കുറേ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഈ പാത്രം എന്തായാലും കേടായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനകത്ത് വെക്കുന്ന പാത്രം കേടാവാതെ നമുക്ക് കിട്ടില്ല. ഈ കളർ എന്തായാലും ഈ ഒരു കറുത്ത കളർ അതുമ്പോൾ പിടിക്കും.
ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രം ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റീൽ പാത്രം തന്നെ വെക്കുക, പ്ലാസ്റ്റിക്കോ ഗ്ലാസിൻ്റെ ബോട്ടിലോ ഒന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓൺ ആക്കരുത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഈ ഒരു പാത്രം, അതായത് ഇങ്ങനത്തെ എന്താ പറയുക അടികുഴിയുള്ള ഒരു പാത്രത്തിൽ 3/4 ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ അടികുഴിയുള്ള പാത്രം എടുക്കാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ സൈഡിൽ കൂടെ ആവി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടികുഴിയുള്ള വട്ടത്തിലുള്ള പാത്രം വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം നോർമൽ വാട്ടറാണ് കേട്ടോ, ചൂടുവെള്ളം ആവരുത്, നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക, കാരണം ഈ സൈഡിൽ കൂടെ ആവി പോവരുത് കേട്ടോ. നമുക്ക് ആ ഒരു ആവിയാണ് ആ ഒരു മൈലാഞ്ചിയുടെ വെള്ളമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആവി പുറത്തേക്ക് തീരെ പോവാത്ത രീതിയിൽ വേണം നമ്മൾ പാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം കേട്ടോ. ഗ്യാസ് ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത്. ഇനിയിപ്പോൾ ഈ മൈലാഞ്ചി നമുക്ക് സെറ്റായി എന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ മുകളിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലെ വെള്ളമില്ലേ, ആ വെള്ളം ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുമിളകൾ വന്നു തുടങ്ങും. ആ കുമിളകൾ നല്ല രീതിയിൽ ആവണം, അപ്പോഴാണ് ഇത് റെഡിയായെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തിളക്കിന ആ പുകയും നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ മാറ്റം, നല്ല ചൂടായിട്ടുണ്ട് വെള്ളം, ഇങ്ങനെ ആയി കിട്ടണം കേട്ടോ. പിന്നെ കുമിളകൾ വന്ന് തുടങ്ങി അപ്പം തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യരുത്. നല്ല രീതിയിൽ കുമിളകൾ വന്നു തുടങ്ങി നല്ല രീതിയിൽ വെള്ളം ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇവിടെ ഈ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ തിളക്കിന പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത പാടെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് പാത്രം എടുത്ത് മാറ്റരുത്. ഈ മുകളിലിരിക്കുന്ന പാത്രവും അടിയിലിരിക്കുന്ന പാത്രവും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ അതെടുത്ത് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ ആ പാത്രം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇതിനുള്ളിൽ എന്തോരം വെള്ളം വന്നിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒറ്റ ട്രിപ്പിൽ തന്നെ അത്യാവശ്യം വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ടാലാണ് നമ്മുടെ മൈലാഞ്ചി എത്രത്തോളം കളറ് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാവാട്ടോ. ഇതാ കണ്ടില്ല, ആ പാത്രം അതിമൊന്നും പോരുന്നില്ല, കാരണം പഞ്ചസാരയൊക്കെ ഉരുകി നിൽക്കണം. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് പാത്രത്തിലിടുമ്പോൾ ഈ ഉരുകി നിൽക്കുന്നത് അതിനകത്ത് പറ്റിപ്പിടിക്കും. അത് വൃത്തിയാക്കിയെടുക്കാൻ നല്ല പാടാണ് കേട്ടോ. ഇപ്പം അതിൽ നിന്ന് ഞാൻ ആ പാത്രം എടുത്തിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഭയങ്കരമായിട്ട് പെട്ടെന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം പുറത്തേക്ക് തെറിച്ചു പോകും. അതുകൊണ്ട് പതുക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, നല്ല കറുത്ത കളറിലുള്ള വെള്ളമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കളറിൽ വെള്ളം കിട്ടുന്ന നമ്മൾ ഒരു പ്രാവശ്യം കിട്ടാൻ മതിട്ടാ മൈലാഞ്ചി. അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിൽ കൂടെ തന്നെ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് റെഡ് കളറിലാണ് ഈ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം ഈ മൈലാഞ്ചി ഇടേണ്ടി വരും, നല്ലൊരു ഡാർക്ക് കളർ നികത്തുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ കളറിൽ കിട്ടിയ വെള്ളം കൊണ്ട് നമുക്ക് 2 പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നല്ല ഡാർക്ക് കളറായിട്ട് നമ്മുടെ നഖം കിട്ടും കേട്ടോ. ഇപ്പം നെയിൽക്കോൺ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ശേഖരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പാത്രം എടുക്കുക, ആ ഒരു പാത്രം നിറയുന്ന വരെ നമ്മൾ വെള്ളം എടുത്തെടുക്കുക, അതിന് ശേഷം മിക്സ് ചെയ്താൽ മതിട്ടാ. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യം ചെയ്തെടുത്തതാണ്. 2 പ്രാവശ്യം ചെയ്തെടുത്തപ്പോൾ തന്നെ എനിക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആവിയുടെ വെള്ളം നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തുടക്കം മുതൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. ഞാൻ പാത്രം ഒന്ന് കണ്ടാലോ, അതേ കണ്ടില്ലേ, നമ്മൾ വെച്ച പോലെ തന്നെ ഈ പാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഫോയിൽ പേപ്പർ കണ്ടില്ലേ, ഈ ഫോയിൽ പേപ്പറിൽ ഒട്ടിപ്പിടിച്ച പോലെയാണ് ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക. പിന്നെ വൃത്തിയാക്കിയെടുക്കാൻ നല്ല പാടാണ്. ഇനിയിപ്പോൾ നമുക്കൊന്നുമില്ല, ഈ ഫോയിൽ പേപ്പർ ഇതോടുകൂടെ തന്നെ കളയാം. എന്നിട്ട് അടുത്തത് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഫോയിൽ പേപ്പർ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾക്ക് മൈദയാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. മൈദ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴായാലും ശ്രദ്ധിക്കുക, കാരണം ഒറ്റയടിക്ക് നമ്മൾ കൂടുതലിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കട്ടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർക്കാൻ പറ്റില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലാഞ്ചിയുടെ കളറ് കുറയും. കളറ് കുറയല്ല, കളറ് മാക്സിമം പോവും. അതുകൊണ്ട് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇത്തിരി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ചുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നവരൊക്കെ ബീറ്റർ വെച്ചിട്ട് വേണം കേട്ടോ.
ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതാ കണ്ടില്ലേ, ഇവിടെ കുറച്ചായിട്ടാണ് ഈ മൈദ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മൈലാഞ്ചി രാത്രിയാണ് കേട്ടോ നഖത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. പകൽ ഇടരുത്. പകൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ ഉണ്ടാവില്ല. രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ കളയാം. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് ശർക്കര, അതുപോലെ കാപ്പിപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്. അതൊന്നുമില്ലാണ്ട് നമ്മൾക്ക് ഇത് മാത്രമായിട്ടും നല്ല ഡാർക്ക് കളറുള്ള മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കിട്ടാ. ഈ പഞ്ചസാരയും ജീരകവും ചായപ്പൊടിയും മാത്രം ഇട്ടിട്ടും കൂടെ ചെയ്ത് കൊടുക്കുക. ശർക്കരയും കാപ്പിപ്പൊടിയും ഇടണമെന്നില്ല കേട്ടോ. അത് ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇട്ട് ചെയ്യണമെന്നില്ല ശരിക്കും. ഇത് മൂന്നും മാത്രം ഇട്ട് ചെയ്താലും നമുക്ക് നല്ല ഡാർക്ക് കളറുള്ളത് മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ വെള്ളം നമ്മൾ വെള്ളം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ കളർ ഒരു റെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈദ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഡാർക്ക് ഓറഞ്ച് കളറിലായിരിക്കും കേട്ടോ ഈ പേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2-3 പ്രാവശ്യം 3-4 പ്രാവശ്യമെങ്കിലും നികത്തുമ്പോൾ ഇത് അപ്ലൈ ചെയ്യണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളർ കിട്ടുള്ളൂ. പക്ഷെ വെള്ളത്തിൻ്റെ കളർ നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ എണ്ണ നിങ്ങളൊരു 2 പ്രാവശ്യം നികത്തുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ കളറിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പേസ്റ്റ് വേണ്ടത്. ഇതിന് കട്ടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നഖത്തും ഇട്ട് കഴിയുമ്പോൾ വേഗം ഡ്രൈ ആവുകയും ചെയ്യും. പെട്ടെന്ന് അത് തന്നെ അടർന്നു പോവുകയും ചെയ്യും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നഖത്തും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിറ്റേന്ന് രാവിലെ വരെ അത് നഖത്തും ഇരിക്കും. പിന്നെ നമ്മൾ അടർത്തി കളഞ്ഞാൽ മതിട്ടാ. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, പാത്രം കേടാവുന്നുള്ള പേടി വേണ്ട. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.